ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. പ്രതികാര നടപടിയുമായി സംസ്ഥാന സർക്കാർ. കാർഷിക സർവകലാശാല വിസിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ബി അശോക് IAS സസ്പെൻഷൻ. നടപടി സർക്കാർ അനുമതിയില്ലാതെ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് വീണ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വീണ, അശോകിനെ കഴിഞ്ഞ കുറേ കാലമായി സർക്കാർ വേട്ടയാടുകയാണ്. ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളോട് സംസാരിച്ചതിനാണ് ശിക്ഷ വന്നിരിക്കുന്നത്. മറ്റ് വിവരങ്ങൾ? നിലവിൽ അല്പസമയങ്ങൾക്ക് മുമ്പാണ് ബി അശോക് IAS കാർഷിക സർവകലാശാല VC കൂടിയാണ്, മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ്, മാത്രമല്ല പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തെയാണ് സസ്പെൻഡ് ചെയ്തു എന്നുള്ള ഒരു ഉത്തരവ് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാധ്യമങ്ങളിലൊപ്പം തന്നെ പോഡ്കാസ്റ്റ് വഴിയും ലേഖനങ്ങൾ വഴിയും അഭിമുഖങ്ങളിലൂടെയും സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തി എന്നുള്ള കാര്യമാണ് പറയുന്നത്. പല ചാനൽ ചർച്ചകളിലടക്കം അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് പ്രതികരണം നടത്തുന്നതടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറേ നാളായി സർക്കാർ വേട്ടയാടുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബി അശോക് കുമാറിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നടപടി. ഇപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഇനി വോട്ടെടുപ്പിന് വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഒരു IAS ഉദ്യോഗസ്ഥനെ, മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ തന്നെ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചു എന്നതിന്റെ പേരിൽ ഒരു പ്രതികാര നടപടി നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഏറെ നാളായി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നു. സർക്കാരിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹം പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട്. ഈ അടുത്തിടെ അദ്ദേഹം നൽകിയ അഭിമുഖവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തനിക്ക് ചില പരിമിതികളുണ്ട്, ആ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതെന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ലക്ഷ്യം വെച്ചതിന്റെ ഒടുവിലത്തെ ഒരു ഉദാഹരണം ആ പ്രതികാര നടപടിയാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്ന് കൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നീലിമ. ഓക്കെ വീണ. ഡോക്ടർ ബി അശോകിന് വീണ്ടും സസ്പെൻഷൻ. വലിയ പ്രതികാര നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത്. MS വീണയാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.